കഴിഞ്ഞ ദിവസം പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ രാഹുൽ ഗാന്ധിയുടെ പര്യടനം ആവേശഭരിതമായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളെ ആശ്ലേഷിച്ച് കോട്ടയത്ത് രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗം ജനഹൃദയങ്ങളിൽ നോവുണർത്തി ഓർമ്മകളെ തിരികെ കൊണ്ടുവരികയായിരുന്നു. മരിച്ചിട്ടും മരിക്കാത്ത ഓർമ്മകളുമായി ഇന്നും കേരള ജനതയുടെ മനസ്സിൽ തീഷ്ണമായ വേലിയേറ്റമായ ഉമ്മൻചാണ്ടി നിലനിൽക്കുന്നുവെങ്കിൽ ആ മനുഷ്യൻ, ആ മുഖ്യമന്ത്രി ഇവിടെ അവശേഷിപ്പിച്ചു പോയ ആദർശം ഞങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുമെന്ന് രാഹുൽ ഗാന്ധി പ്രഖ്യാപിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ ചാണ്ടി ഉമ്മൻ നിങ്ങൾക്ക് മുന്നിൽ ജനവധി തേടുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ സ്വപ്ന സാക്ഷാത്കാരമായി നിങ്ങൾ കാണുമെന്ന് എനിക്കറിയാം. ചാണ്ടി ഉമ്മനെ കഴിഞ്ഞ തവണ നിങ്ങൾ തെരഞ്ഞെടുത്തതുപോലെ ഇത്തവണയും വൻ ഭൂരിപക്ഷത്തോടെ UDFിൻ്റെ കൈകൾക്ക് കരുത്തു പകരാൻ ചാണ്ടി ഉമ്മനെ നിങ്ങൾ നിയമസഭയിലേക്ക് അയക്കാൻ മുന്നിട്ടിറങ്ങണമെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. ആരോഗ്യം വളരെ മോശമായിരുന്നിട്ടും ഭാരത് ജോഡോ യാത്രയിൽ തനിക്കൊപ്പം നടന്നത് അദ്ദേഹത്തിൻ്റെ ഡെഡിക്കേഷനാണെന്നും രാഹുൽ ഗാന്ധി ഓർമ്മിച്ചു. തൻ്റെ പ്രസംഗത്തിലുടനീളം ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളെ വാനോളം ഉയർത്തിയാണ് അദ്ദേഹം സംസാരിച്ചത്. എളിമയുടെ സന്ദേശം പകർന്ന് സൈക്കിൾ സവാരി നടത്തി സൈക്കിൾ ചവിട്ടി പ്രചരണം നടത്തുന്ന ചാണ്ടി ഉമ്മന് പ്രചോദനമായി രാഹുൽ ഗാന്ധി സൈക്കിൾ സവാരി നടത്തി പ്രചരണ രംഗം കൊഴുപ്പിച്ചു. ഇന്ന് കണ്ണൂരിലും പ്രചരണ പ്രയാണം തുടർന്ന രാഹുൽ ഗാന്ധി CJP ഡേയിൽ ഉയർത്തിക്കാട്ടി. വർഗീയ ശക്തികളുമായും ഡീൽ ഉണ്ടാക്കി ഭരണം പിടിക്കാൻ തുനിയുന്ന CPMൻ്റെ പ്രത്യയ ശാസ്ത്രം തകർന്നടിഞ്ഞു എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ശബരിമലയും അതിൽ മോദിയുടെ മൗനവും ഒക്കെ തന്നെ ഈ ഡീലിൻ്റെ ആകെ തുകയാണ് വെളിവാക്കുന്നതെന്നും അദ്ദേഹം ആവർത്തിച്ചു. കഴിഞ്ഞ ദിവസം രാഹുൽ കേരളത്തിലൊരു വനിതാ മുഖ്യമന്ത്രി വരണമെന്ന് മുന്നോട്ട് വെച്ച ആശയം ഇപ്പോൾ ചർച്ചയാകുന്ന സാഹചര്യത്തിൽ പേരാമ്പ്ര മണ്ഡലത്തിൽ ഫാത്തിമ തെഹ്ലയുടെ വിജയത്തിനായി അദ്ദേഹം ആഹ്വാനം ചെയ്തു. മോദിയുടെ മുന്നിൽ ഏറ്റവും വലിയ പ്രഹേളികയായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തല ഉയർത്തി നിൽക്കുന്നത് അവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അവർ എന്നെ തകർക്കാൻ, കോൺഗ്രസിനെ തകർക്കാനാണ് ശ്രമിക്കുന്നത്. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ജാമ്യ വ്യവസ്ഥയിലാണ്. 36 കേസുകൾ എൻ്റെ പേരിൽ ഉണ്ട്. നിങ്ങൾക്കറിയുന്നത് പോലെ അതൊക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ തകർക്കാൻ വേണ്ടിയുള്ള കള്ളക്കേസുകളാണ്. പാർലമെന്റിൽ സംസാരിക്കാൻ തുനിഞ്ഞാൽ എന്നെ തടയും. എൻ്റെ ശബ്ദം കേൾക്കാതിരിക്കാൻ മൈക്ക് ഓഫ് ചെയ്യും. എൻ്റെ ഔദ്യോഗിക വസതി എടുത്തുമാറ്റി. എങ്ങനെയും അവർ എന്നെ അശക്തനാക്കാനാണ് ശ്രമിക്കുന്നത്. ഇതൊക്കെ എന്തിനാണ്? അതെ, അവരുടെ കള്ളക്കളികളെ, അഴിമതികളെ ഞാൻ തുറന്നു കാട്ടുമെന്നുള്ള ഭയമാണ്. പക്ഷേ മോദിജി, ഞങ്ങൾ നിങ്ങളെ പിടിച്ചു കെട്ടുക തന്നെ ചെയ്യും. അതിനുള്ള ആർജവം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുണ്ട്. അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. മോദിക്ക് നേരെ വിരൽ ചൂണ്ടി ചോദ്യശരങ്ങൾ തുടക്കുന്ന കോൺഗ്രസിനെ പ്രതിരോധിക്കാൻ മോദിക്ക് കഴിയില്ല. കാരണം ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. എൻ്റെ ധൈര്യവും ശക്തിയും മതേതരത്വമാണ്. മതേതരത്വമാണ് എൻ്റെ ആയുധം. മോദിയെപ്പോലെയുള്ള കപട മതേതരത്വമല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റേത്. അയ്യപ്പൻ്റെ സ്വർണം കട്ട CPMനെ വീണ്ടും അധികാരത്തിൽ കയറ്റാനാണ് BJP ശ്രമിക്കുന്നത്. മോദി എന്തിനാണ് അമേരിക്കയ്ക്ക് മുന്നിൽ അടിയറവ് വയ്ക്കുന്നത്? 2 കാര്യങ്ങളാണ്. ഒന്ന്, എപ്സ്റ്റീൻ ഫയൽ. 2, അദാനി കേസ്. അദാനിക്കെതിരെയുള്ള അമേരിക്കൻ കേസിൽ മോദിയെ കുടുക്കിയിട്ടിരിക്കുകയാണ്. മൊദാനി കമ്പനിയാണ് ഇത്. മോദി അദാനി കമ്പനി. എപ്സ്റ്റീൻ ഫയലിൽ അടങ്ങിയ മോദിയുടെ ലീലാവിലാസങ്ങൾ പുറത്തായാൽ അത് മോദി ഇക്കാലമത്രയും അണിഞ്ഞ സന്യാസവരിൻ്റെ പുറം കുപ്പായം വലിച്ച് കീറപ്പെടുകയും കപട ഋഷ്യശൃംഗൻ്റെ പുറംപൂച്ച് പുറത്തു വരികയും ചെയ്യും. ഇങ്ങനെ മോദിയെ കയറിൽ കെട്ടിയ അമേരിക്കൻ പ്രസിഡന്റിനെ പേടിച്ചാണ് മോദി ഇന്ത്യയെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയെ പണയം വെച്ച ഒരു പ്രധാനമന്ത്രി രാജ്യത്തിന് അപമാനമാണ്. നിങ്ങളത് തിരിച്ചറിയണം. മോദി എങ്ങനെ ട്രംപിന് വിധേയപ്പെട്ടു, അതേ നയം കേരളത്തിൽ കൊണ്ടുവന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിയെ വരുതിയിൽ ആക്കിയിരിക്കുകയാണ്. യെസ് സർ, യെസ് സർ, യെസ് സർ എന്നാണ് മോദി ട്രംപിനെ നോക്കി പറയുന്നത്. കേരള മുഖ്യമന്ത്രിയും മോദിക്ക് മുന്നിൽ സർ വിധേയത്വമാണ് കാണിക്കുന്നത്. കണ്ണൂരിലെ സമ്മേളനം കഴിഞ്ഞ് നാദാപുരത്ത് സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത രാഹുൽ പേരാമ്പ്രയിൽ ആഞ്ഞടിക്കുകയായിരുന്നു. കേരളത്തിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? തൊഴിലില്ലായ്മ പരിഹരിക്കാൻ ഇവിടെ എന്താണ് ചെയ്യുന്നത്? റബ്ബർ കർഷകരെ, തൊഴിലാളികളെ, യുവാക്കളെ, സ്ത്രീകളെ, വൃദ്ധരെ സംരക്ഷിക്കാൻ കേരള സർക്കാരോ കേന്ദ്ര സർക്കാരോ ഒന്നും ചെയ്യുന്നില്ല. സ്ത്രീകൾ രാജ്യത്തിൻ്റെ നട്ടെല്ലാണ്. അവരെ സംരക്ഷിക്കണം. അതിനായാണ് UDF അവർക്കായി വാഗ്ദാനങ്ങൾ നൽകുന്നത്. ബസ്സിൽ അവർക്ക് സൗജന്യ യാത്ര, വൃദ്ധരായവർക്ക് സംരക്ഷണം, യുവതി യുവാക്കളായ സംരംഭകർക്ക് 5 ലക്ഷം പലിശരഹിത വായ്പ. ആരോഗ്യരംഗത്ത് ഉമ്മൻചാണ്ടി
25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് വഴി പൊതുജനങ്ങൾക്ക് ആരോഗ്യ സഹായ സുരക്ഷ സാമൂഹിക പെൻഷൻ 3000 രൂപയാക്കി ഉയർത്തും. UDF ജനത്തിന് ഇത് നൽകുമെന്ന് ഉറപ്പ് പറയുമ്പോൾ ഇതെന്താണ് 10 വർഷം കേരളം ഭരിച്ച LDFന് കഴിയാത്തത് എന്നും അദ്ദേഹം ചോദിച്ചു. UDF ഇത് നടപ്പിലാക്കുമെന്ന് വെറുതെ പറയുന്നതല്ല, പറഞ്ഞത് അക്ഷരം പ്രതി നടപ്പിൽ വരുത്തുക തന്നെ ചെയ്യും. ഇന്ന് കേരളത്തെ മയക്കുമരുന്നിൻ്റെ കേന്ദ്രമായി മാറ്റുന്ന ഇടതുപക്ഷത്തിൻ്റെ നയങ്ങളെ ഞങ്ങൾ തകർത്തെറിയും. മുതലാളിത്ത പാർട്ടിയായ CPMനെ രാജ്യത്തു നിന്ന് തുരത്തണം. അവർ ഇടതുപക്ഷമല്ല, അവർ മുതലാളിത്തമാണ്. BJPയും CPMും ഒറ്റ കക്ഷിയാണ്. അതുകൊണ്ട് അവരുടെ മുന്നിൽ പ്രതിബന്ധം തീർക്കുന്ന UDFനെ തകർക്കാൻ അവർ ഡീൽ വെച്ചു. അത് കേരളത്തിൽ ഇപ്പോൾ വ്യക്തമായി തെളിയുകയാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, പേരാമ്പ്രയിൽ ഫാത്തിമ തെഹ്ലിയെ അവിടെ വിജയിപ്പിക്കണം. സ്ത്രീകളുടെ ഭാഗധേയം നമ്മൾ ഉറപ്പുവരുത്തണം. അത് നിങ്ങൾ തിരിച്ചറിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു. ബാലുശ്ശേരിയിൽ KSU ജില്ലാ പ്രസിഡന്റും സ്ഥാനാർത്ഥിയുമായ സൂരജിന്റെ പ്രചാരണ സമ്മേളനത്തിലും രാഹുൽ ഗാന്ധി ഇതേ ആരോപണങ്ങൾ ആവർത്തിച്ചു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബാലുശ്ശേരിയിലെ പഞ്ചായത്തുകളിൽ UDF അഭൂതപൂർവമായ മുന്നേറ്റം ഉണ്ടാക്കിയിരുന്നു. ആ വിജയം ഇവിടെയും ആവർത്തിക്കണം. നിങ്ങളത് സാധ്യമാക്കുമെന്ന് എനിക്കറിയാം എന്ന് രാഹുൽ ഗാന്ധി ജനത്തോട് പറഞ്ഞു. കേരളം ഇനി യാഥാർത്ഥ്യം തിരിച്ചറിയണം. നിങ്ങളെ സംരക്ഷിക്കേണ്ട, ചേർത്ത് നിർത്തേണ്ട ഒരു നേതൃത്വത്തെ നിങ്ങൾ തിരിച്ചറിയണം എന്നും രാഹുൽ ഗാന്ധി അവരെ ഉദ്ബോധിപ്പിച്ചു. 10 വർഷത്തിൻ്റെ ഭരണം അത് ക്രമേണ സ്വേച്ഛാധിപത്യത്തിൻ്റെ ദ്രംശകൾ പുറത്തെടുത്ത് തുടങ്ങിക്കഴിഞ്ഞു. എന്തും ജനത്തെ അടിച്ചേൽപ്പിക്കാമെന്ന അവസ്ഥയായി. ഏതഴിമതിയും ഇവിടെ നടത്താം. ആരും നിങ്ങളെ ചോദ്യം ചെയ്യില്ല. ചോദ്യം ചെയ്താൽ അതിനെയൊക്കെ അടിച്ചൊതുക്കാം, കള്ളക്കേസുകളിൽ പെടുത്തി നിഷ്പ്രഭമാക്കാം എന്ന നികൃഷ്ട നീക്കമാണ് സർക്കാർ നടത്തുന്നത്. പക്ഷേ ഒന്നോർക്കണം, ഇത് ജനാധിപത്യമാണ്. ഇവിടെ ജനങ്ങളാണ് തീരുമാനമെടുക്കുന്നത്. ആ തീരുമാനം ഇത്തവണ LDF തിരിച്ചറിയുക തന്നെ ചെയ്യും. ഭരണത്തിൻ്റെ ഹുങ്കാരത്തിൽ അഹങ്കാരത്തിൻ്റെ ഗിരിപർവ്വതങ്ങളിൽ വിരാജിച്ച ഗർവിൻ്റെ കാലം ജനം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അധികാരത്തിൻ്റെ സപ്രമഞ്ചലിൽ ദൂർത്തിൻ്റെ ബ്രഹ്മാണ്ഡം തീർത്ത LDFനെ തകർത്തെറിയാൻ ആർജവം പൂണ്ട് UDF ടീം UDF യുദ്ധക്കളത്തിൽ കുതിക്കാൻ തുനഞ്ഞിറങ്ങിക്കഴിഞ്ഞു. അത് മാറ്റത്തിൻ്റെ പുതിയ മുന്നേറ്റമാണ്. UDFൻ്റെ തിരിച്ചുവരവാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.